ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മമ്മൂക്ക പ്രതിനായക വേഷത്തിലെത്തിയ കളങ്കാവൽ എന്ന സിനിമ ഇന്നലെയാണല്ലോ തിയേറ്ററിൽ റിലീസായത്. മമ്മൂക്കയുടെ കൊടൂര വില്ലനിസം അത് മലയാളി പ്രേക്ഷകർ വീണ്ടും ഏറ്റെടുത്തപ്പോൾ സ്ക്രീൻ കൗണ്ടുകളും ഷോകളും കൂട്ടുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. സിനിമയിലെ മികച്ച പ്രകടനം പോലെ തന്നെ ബോക്സ് ഓഫീസിലും സിനിമ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 4,92,00,000 സിനിമ കളക്ട് ചെയ്തത്. വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 15,66,00,000 കളക്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. 50 കോടി ലക്ഷ്യമാക്കി കളങ്കാവൽ മുന്നേറുകയാണ്. നമ്മൾ നേരത്തെ അറിയിച്ച പോലെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ഖലീഫ എന്ന സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. മമ്പ്രക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ എത്തുന്നു. മമ്പ്രക്കൽ അഹമ്മദ് അലിയെ ഒന്നാം ഭാഗത്തിൽ പരിചയപ്പെടാമെന്നും രണ്ടാം ഭാഗത്തിലൂടെ മമ്പ്രക്കൽ അഹമ്മദ് അലിയുടെ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾ അറിയുമെന്നാണ് പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരനും ലാലേട്ടനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗമുണ്ട് എന്നുകൂടി ഉറപ്പിക്കുകയാണ്. 2026 ഓണം റിലീസായിട്ടാണ് ഈ മാസ് എന്റർടൈനർ ആക്ഷൻ സിനിമ നമ്മുടെ മുന്നിലെത്തുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനുപമ പരമേശ്വരൻ നായികയാവുന്ന പുതിയ തമിഴ് ചിത്രമാണ് ലോക്ക്ഡൌൺ. AR ജീവ എന്ന പുതുമുഖ സംവിധായകനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കൊറോണ കാലത്തെ ഏകാന്തതയും ഒറ്റപ്പെടലുകളും അതുണ്ടാക്കുന്ന മാനസിക സംഘർഷങ്ങളുമെല്ലാം വരച്ചു കാണിക്കുന്ന ഈ സിനിമ ഡിസംബർ മാസം 12-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസിനെത്തുന്നത്. നമുക്കേവർക്കും പ്രിയങ്കരനായ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഒരു മികച്ച കലാകാരനാണ് മാമുക്കോയ തന്റെ അവസാന കാലഘട്ടങ്ങളിൽ അഭിനയിച്ച ഒരു സിനിമയാണ് നിയോഗം. മനീഷ് വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. കൽക്കി എന്ന സിനിമയിൽ നിന്നും ദീപിക പദുക്കോൺ പിന്മാറിയ വാർത്ത നമ്മൾ നേരത്തെ അറിഞ്ഞതാണല്ലോ. ഇപ്പോൾ ദീപിക പദുക്കോണിന് പകരം പ്രിയങ്ക ചോപ്ര ഈ ചിത്രത്തിലേക്ക് എത്തുന്നു എന്നാണ് റൂമേഴ്സ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. വാർത്തകൾ സത്യമാണെങ്കിൽ SS രാജമൗലി സംവിധാനം ചെയ്യുന്ന വാരണാസിക്ക് ശേഷം പ്രിയങ്ക ചോപ്രയുടെ ശക്തമായ കഥാപാത്രമായിരിക്കും കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഉണ്ണി മുകുന്ദനും അപർണ ബാലമുരളിയും ഒന്നിക്കുന്ന മിണ്ടിയും പറഞ്ഞും എന്ന സിനിമ ഡിസംബർ മാസം 25-ാം തീയതി റിലീസിനെത്തുന്നു. സലീം അഹമ്മദിന്റെ നിർമ്മാണത്തിൽ അരുൺ ബോസാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ വൻ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രങ്ങൾക്ക് ശേഷം കൃഷാന്ത് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മസ്തിഷ്ക മരണം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിട്ടുണ്ട്. രജീഷ വിജയൻ, നന്ദു, നീരജ്, മണിയമ്പിള്ള രാജു, സുരേഷ് കൃഷ്ണ, ദിവ്യപ്രഭ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.